നമുക്ക് ഇത്രയും രാജ്യത്ത് വണ്ടി ഓടിക്കാം. എനിക്ക് ഏകദേശം 12ഓളം ലൈസൻസ്. ഒരു വണ്ടി പ്രാന്തം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആ സ്ഥലം. ഇപ്പോൾ കേരളത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു 10-30,000 രൂപ കൊടുക്കും. വണ്ടിപ്രാന്തര എന്നുള്ളതിനൊരു തെളിവ് എന്ന് പറയാനുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ എടുത്തേക്കണത്. മലേഷ്യയിലോ തായ്ലൻഡിലോ എവിടെ വേണേലും ആണെങ്കിലും വണ്ടി റെന്റ് എടുത്തിട്ട് വേണം ഓടിക്കാം. അതിന് പോലും ദേ ഇവനെ മതി. ഇന്ന് ക്രിസ്മസ് ചാൻസ് ഓട്ടോ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ രണ്ട് സംഗതികളുടെ സംഭവമാണ്. ഏകദേശം 11 ലൈസൻസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലൈസൻസ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാന്നും കൂടെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. എന്താണ് പേര്? എൻ്റെ പേര് അർജുൻ എന്നാണ്. അർജുൻ. അപ്പോൾ ഞങ്ങള് കോതമംഗലത്ത് സ്വാമി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഞങ്ങൾ ബിസിനസ്സുകാരാണ്. നിങ്ങൾ യൂട്യൂബിലൂടെ ഈ വീഡിയോസ് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു XX4 വണ്ടിയിലുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. ആൾ ഈ പറയുന്ന പോലെ സിമ്പിളൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കേരളത്തിൽ എന്നല്ല എനിക്കറിയാവുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്. വണ്ടി തികച്ചും ഒരു വണ്ടിപ്രാന്തം തന്നെയാണ്. എത്ര ലൈസൻസ് ഉണ്ട്? മൊത്തം എനിക്ക് ഏകദേശം 12ഓളം ലൈസൻസ്. 12 ലൈസൻസ് മീൻസ് 2 വീലർ തന്നെ വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ. പിന്നെ ഇപ്പൊ 3 വീലർ എന്ന് പറഞ്ഞ ലൈസൻസ് ഇല്ല. അപ്പൊ നമുക്ക് 2ഉം 4ഉം എടുത്താൽ അതിന് 3 ഉണ്ട്. പിന്നെ 4 വീലറിൽ വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ. അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ബാഡ്ജാണ്. ഫസ്റ്റ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ എല്ലാ ലൈസൻസും എടുക്കുന്നത്. 2025 എല്ലാ ലൈസൻസും എടുക്കണത്. ഒരു വർഷത്തെ കഷ്ടപ്പാടാട്ടോ ഇത്. ഈ കടയുടെ സമയത്തല്ല, ഞാൻ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താണ് ഇപ്പോൾ ഈ ലൈസൻസ് എടുത്തേക്കുന്നത്. ഈ നമ്മുടെ ബാഡ്ജ് കഴിഞ്ഞിട്ടാണ്, ബാഡ്ജ് ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഹെവി കിട്ടും. അങ്ങനെ ഹെവി എടുത്തു. ഹെവി എടുത്തു കഴിഞ്ഞിട്ട് ഹെവി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹസാഡസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ്. അതായത് സ്പെഷ്യൽ ടൈപ്പ് വണ്ടികൾ, ഗ്യാസ് സിലിണ്ടർ വണ്ടികൾ, പിന്നെ നമ്മുടെ ബുള്ളറ്റ് എന്ന് പറയും ഈ തമിഴ്നാട്ടിലൊക്കെ, അതായത് വലിയ ടാങ്കർ. അതുപോലെ ഹസാഡസ് ഗുഡ്സ് എടുക്കാവുന്ന ഒരു വണ്ടി. ആ ടൈപ്പ് ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ. ആ 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ, അതായത് ഇൻ കേസ് ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണേ, ആരെ വിളിക്കണം, പിന്നെ ഏത് ടൈപ്പ് ഗുഡ്സ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അപ്പൊ അതിന്റെ ബേസിക്സ് എല്ലാം അവർ പറഞ്ഞുതരും. അതിനാണ് ഈ ലൈസൻസ്, അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു പരീക്ഷയുണ്ട് ഇതിന്. ആ പരീക്ഷയും കൂടി പാസ്സായ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ MVD കൊടുത്താൽ അത് നമ്മുടെ ലൈസൻസിൽ അവർ എൻഡോസ് ചെയ്ത് തരും. അതിന്റെ വാലിഡിറ്റി ഉണ്ട് 3 വർഷം. അപ്പൊ ആ വാലിഡിറ്റി അത് നമുക്ക് എൻഡോസ് ചെയ്ത് തരും. ഇത്ര എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ആഗ്രഹമായി. ഇപ്പൊ എന്തായാലും ഇത്ര എടുത്തല്ലോ, അടുത്തത് എൻ്റെ ആഗ്രഹമാണ് പിന്നെ ട്രെയിലർ ഓടിക്കാൻ. അപ്പോൾ ട്രെയിലർ ഓടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എറണാകുളത്തൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ലൈസൻസ് എറണാകുളത്ത് നിന്ന് എടുത്തേ. പക്ഷെ ഇത് കൂടാണ്ട് അശോക് ലേലാൻഡിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നാമക്കലിൽ. അവിടെ പോയി ഞാൻ ഒരാഴ്ച ഇരുന്ന് ട്രെയിലറിന് വേണ്ടിയുള്ള ഒരു കോഴ്സ് ഉണ്ട് അവിടെ. 7,500 മുടക്കിയാൽ നമുക്ക് അവിടെ പഠിക്കാം. അങ്ങനെ ഒരാഴ്ച ഇരുന്ന് അങ്ങനെ അത് പഠിച്ചപ്പോൾ നമുക്ക് ഒരു എക്സ്പെർട്ട് ആവും. ഒരുമാതിരി ഒരു 90% ഓക്കെ ആവും. പിന്നെ ട്രെയിലറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് വണ്ടി ഓടിച്ചാൽ വണ്ടി റൈറ്റിലേക്ക് തിരിയുള്ളൂ, റൈറ്റിലേക്ക് ഓടിച്ചാൽ ലെഫ്റ്റ് തിരിയും. അപ്പൊ നമ്മൾ ഇത്രയും നാൾ വണ്ടി ഓടിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ട്രെയിലർ. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ ഒരു ഇതിന്റെ ആവശ്യമുണ്ട്, ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയി പഠിച്ചു. അവിടെ തന്നെ ഞാൻ ഒരു 3 കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഒന്ന് ഹസാഡസിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു, പിന്നെ ഈ ട്രെയിലറിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതുകൂടാണ്ട് BS6 വണ്ടികളുടെ ഒരു ട്രെയിനിങ് ഉണ്ട്. BS6 ഇപ്പോഴത്തെ പുതിയ മൊത്തം AdBlueയുടെ വണ്ടികളാണല്ലോ. അപ്പൊ AdBlue വണ്ടിയിൽ ഹീറ്റ് ആവണം. ഹീറ്റ് ആയാലാണ് അതിന്റെ AdBlue കത്തിപ്പോവുള്ളൂ. അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആവും, വണ്ടി സ്റ്റാർട്ട് ആവില്ല, അല്ലെങ്കിൽ വണ്ടി മൂവ് ആവില്ല. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, അതിനെക്കുറിച്ചൊരു ക്ലാസ് അവർ അറ്റൻഡ് ചെയ്തായിരുന്നു. അത് അങ്ങനെ പഠിക്കാം. പിന്നെ ഈ അശോക് ലേലാൻഡ് ഒരു വണ്ടിപ്രാന്തം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആ സ്ഥലം, അശോക് ലേലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കറക്റ്റ് സ്ഥലം നാമക്കൽ അശോക് ലേലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ വണ്ടിപ്രാന്തന്മാരും പോണം എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഒരു ഗുണം കൂടി പറഞ്ഞുതരാം. നമ്മൾ സാധാരണ നാടൻ ആശാന്മാരുടെ അടുത്ത് പഠിക്കുന്ന മാതിരി അല്ല, അവരെല്ലാം എക്സ്പെർട്സ് ആയിരിക്കും. എല്ലാവരും മിനിമം ഒരു 25 to 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള സാറന്മാരാണ്. ഭയങ്കര, അതായത് റോട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവർ സാറന്മാരാണ്.
അവർ എന്താണ് ടെക്നിക്കൽ വശം എന്നുള്ള പറഞ്ഞത്. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു തരുമല്ല. ഇപ്പൊ നമ്മള് അതായത് എപ്പോ നമ്മൾ തിരിക്കണം, എപ്പോഴാണ്, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു വണ്ടിക്ക് വരാം, A to Z പറഞ്ഞു തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്താൽ നമ്മൾ സാധാരണ കാർ ഓടിക്കുമ്പോഴും അത് നമുക്ക് ഗുണമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അത് ലാഭം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ അശോക് ലേലാൻഡിന്റെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഇത്രയും ലാഭം ഉണ്ടാക്കുന്നുണ്ടല്ലോ വണ്ടി വിറ്റ്, അപ്പോൾ കുറച്ച് ഡ്രൈവർമാർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കണേ. അങ്ങനെയാണ് ഇത്. ഇപ്പൊ ഞാൻ പോയ ആ കോഴ്സിന് ഒരു 7,500 രൂപ മുടക്കുള്ളൂ. ആ സാധനം സത്യം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു 10,000-30,000 രൂപ മുടക്ക് വരും. അവര് സത്യം പറഞ്ഞാൽ ഒരു ഡ്രൈവർമാർ പുതിയ വരിക, പിന്നെ ഉള്ള ഡ്രൈവർമാർക്ക് ഒന്ന് എൻകറേജ്മെന്റ്. അതുകൂടാണ്ട് ഒരു കാര്യം കൂടി ചെയ്തു. ഈ 5 days ക്ലാസ്, അത് 3-ാമത്തെ ദിവസം എന്റെ ഫുൾ ചെക്കപ്പ് ചെയ്യും. ഐ ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, പ്രഷർ ടെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഈ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ഫുള്ള് വണ്ടി ഓടിക്കുകയാണല്ലോ, ഇരുന്നുള്ള അപ്പൊ നമുക്ക് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ഇതേമാതിരി ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിലയിരുത്താനുള്ള ഒരു അവസരവും കൂടിയാണ്. ഇതിനൊന്നും അവർ ചാർജ് ചെയ്യണില്ല കേട്ടോ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം സത്യം പറഞ്ഞ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇത് പിന്നെ എനിക്ക് വണ്ടിയോടുള്ള അമിതമായ ആഗ്രഹം കാരണമാട്ടോ ഇതൊക്കെ കണ്ടുപിടിക്കണേ, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ ഇത്ര എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് എന്തൊക്കെ ലിസ്റ്റ് ഉണ്ട് നോക്കി ഇവിടെ കിട്ടാവുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ആണ്. ഫോർക്ക് ലിഫ്റ്റ് കുറച്ചുകൂടി ഈസിയാണ്. അത് നമ്മൾ ഈ ഗോഡൌൺ പോലത്തെ സ്ഥലത്തൊക്കെ ഉപയോഗിക്കണത്. അതിന് ഫ്രണ്ടും ബാക്കും ഉണ്ട്. പിന്നെ അതിന്റെ സ്റ്റിയറിംഗ് റിയർ സ്റ്റിയറിംഗ് ആണുള്ളൂ. അതായത് നമ്മൾ സാധാരണ വണ്ടിയുടെ തിരിക്കുമ്പോൾ ഫ്രണ്ട് ടയർ തിരിക്കും, ഇതിന്റെ റിയർ തിരിക്കും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണം എന്ന് മാത്രം. ചെറുതായിട്ട് നമ്മൾ ഒരു ഡിവേറ്റ് ചെയ്താൽ പെട്ടെന്ന് തിരിക്കും. അത് സൂക്ഷിക്കണം. പിന്നെ അപ്പും ഡൗണും ടിൽറ്റും ഫ്രണ്ടും ബാക്കും അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എടുത്തതാണ് JCB, എക്സ്കവേറ്റർ. അതെല്ലാം കൂടി എടുക്കാവുന്ന ഒരു സാധനം. അതൊക്കെ ഞാൻ ലോക്കലിൽ തന്നെയാണ് എടുത്തത്. ലോക്കലിൽ രാവിലെ പോവും. രാവിലെ പോയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, അപ്പൊ അവരോട് പറയടാ ഇങ്ങനെ ഒരു ലൈസൻസ് എടുക്കാനുണ്ട്, അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് തരാൻ പറയും. അങ്ങനെ രാവിലെ ഇതേമാതിരി ഇതൊക്കെ ഈ നമ്മുടെ ഡ്യൂട്ടി ടൈമിലല്ല കേട്ടോ ഇതൊക്കെ പോണത്, രാവിലെയാണ് ഇതൊക്കെ പരിപാടി. രാവിലെ എവിടെങ്കിലും ഈ മണ്ണടിക്കുന്ന സ്ഥലത്തൊക്കെ പോകും. എന്നിട്ട് അവിടെ പോയി ഒന്ന് അതായത് ലൈസൻസ് കിട്ടാൻ പാകത്തിനുള്ള അത് എടുക്കും. അത് കഴിഞ്ഞിട്ട് ക്രെയിനും ഏകദേശം ഇതുപോലെ തന്നെയാണ്, നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് പോലെ തന്നെയാണ്, കുറച്ച് നീളം കൂടുതലുണ്ടെന്നുള്ളൂ. അങ്ങനെ അതെടുത്തു. പിന്നെ റോഡ് റോളർ വെച്ചാണ് മറ്റേ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് എടുത്തത്. അപ്പൊ അതും ഇതേമാതിരി തന്നെ ഈസിയാ. അതൊക്കെ ഇപ്പോഴത്തെ ഈ MVD അതിനൊന്നും വലിയ സ്ട്രിക്റ്റ് അല്ല. നമ്മളത് ഇതുപോലത്തെ സാധനം ഓടിക്കാൻ വന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ജീവിതമാർഗമായിട്ടല്ല തന്നെ, അവർ ചുമ്മാ തോപ്പിക്കാൻ നിൽക്കില്ല. അപ്പോൾ ഏകദേശം അറിയാവുന്ന പറഞ്ഞാൽ അത് നമുക്ക് കിട്ടും. പിന്നെ ഇത്രയും ലൈസൻസ് ആർക്ക് വേണമെങ്കിലും എടുക്കാട്ടോ, മനസ്സിലായോ? ഇതിനുള്ള ആകൂടെയുള്ള മാനദണ്ഡം എന്നാന്ന് വെച്ചാൽ ഐ ടെസ്റ്റ് ചെയ്യണം. പിന്നെ 40 വയസ്സിന് മുകളിലാണെങ്കിൽ അവർ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. പിന്നെ ഐ ടെസ്റ്റ് ചെയ്യണം. ഇത്രയും ലൈസൻസ് ആർക്കും എടുക്കാം. പിന്നെ എനിക്ക് വണ്ടിയോടുള്ള അമിതമായ ആഗ്രഹവും പിന്നെ ഒരു വണ്ടിപ്രാന്തരാന്നുള്ളതിനൊരു തെളിവ് എന്ന് പറയാനുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ എടുത്തേക്കണത്, മനസ്സിലായോ? പിന്നെ ഇതൊന്നും കൂടാണ്ട് ഇന്റർനാഷണൽ ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണത് ആളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. അതെന്താ നമുക്ക് കാണാം. ഈ ഭൂഗോളത്തിലുള്ള സകലമാന വണ്ടികൾ ഓടിക്കാം. 1, 2 നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ UK, കാനഡ ഒക്കെ പോയി ചെന്ന് അവിടെ ചെന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് അവർ ഓടിക്കാൻ സമ്മതിക്കുള്ളൂ. എന്നാൽ പിന്നെ അർജുൻ ബ്രോയ്ക്ക് അങ്ങനല്ല. അർജുൻ ബ്രോയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടുന്ന് ഒരു വണ്ടി റെന്റ് എടുത്ത്, അല്ലേ, മലേഷ്യയിലോ തായ്ലൻഡിലോ എവിടെ ആണെങ്കിലും വണ്ടി റെന്റ് എടുത്തിട്ട് വേണം ഓടിക്കാം. അതിന് പോലും ഇവനെ മതി. അപ്പൊ അതൊന്ന് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട്, അതായത് ഇത് ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്ന ഒരു ലൈസൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അക്ഷയ സെന്റർ വഴി അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്റർ വഴി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏതെങ്കിലും നമ്മുടെ ലൈസൻസ് ഒക്കെ തരുന്ന നമ്മുടെ ഏജൻസിനോട് പറഞ്ഞാൽ അവരെടുത്തു തരും. അക്ഷയ സെന്റർ വഴിയൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു 1,500-2,000 രൂപ റേഞ്ച് വരുമായിരിക്കും. നമ്മുടെ ഏജൻസി വഴിയാണെങ്കിൽ ഒരു 3,000 റേഞ്ച് ഒക്കെ വരും. അപ്പം നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസ് കൊടുക്കണം.
പിന്നെ ഐ ടെസ്റ്റിന്റെ ഒരു ഇത് കൊടുക്കണം. ഓക്കെ. പിന്നെ ബാക്കിയൊന്നും വേണ്ട. നമുക്ക് ഇത് എടുക്കണമെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും കൂടി ചേർന്നാണ് ഇത് തരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ലൈസൻസ് അറ്റ് പ്രസന്റ് ഉണ്ടോ ഓക്കെ അതിനകത്തൊക്കെ നമുക്ക് ഇതിനകത്ത് പെടും. ഓക്കെ. അപ്പോൾ പക്ഷേ എന്ന് വിചാരിച്ച് ഈ JCB, ഹിറ്റാച്ചി അതുപോലത്തെ സാധനം ഇതിനകത്ത് വരില്ല. ഡ്രൈവിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം വരും. അപ്പൊ അതിനൊരു 5 കാറ്റഗറി ഉണ്ട്, ABCDE. ഇപ്പൊ എനിക്ക് എല്ലാ ലൈസൻസും ഉള്ളതുകൊണ്ട് എല്ലാത്തിലും എനിക്ക് അവർ സീൽ ചെയ്ത് തരുകയില്ല. ഇത് കണ്ടോ, അതായത് ABCDE കണ്ടോ. പിന്നെ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നാ നമുക്ക് മനസ്സിലാവില്ല. ഓരോ കാറ്റഗറിയുടെയും ഏതാണ് ABCD എന്നാന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. എയിലുള്ളത് 2 വീലർ, ബിയിലുള്ളത് ഇതേപോലെ, സി ബസ്, ലോറി, പിന്നെ ഡി, പിന്നെ ഇ എന്ന് പറയുമ്പോൾ ട്രെയിലർ പോലത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഇതേമാതിരി പെർമിറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഓൺലൈനിൽ. പക്ഷെ അതൊന്നും അത്ര ഓതന്റിക് അല്ല, തട്ടിപ്പാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സാധനം, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചേർന്ന് തരുന്ന ഇതാണ് ശരിക്കുള്ള ജെന്യൂൻ ആയിട്ടുള്ള ലൈസൻസ്. മനസ്സിലായോ? ചിലവർ അതിനകത്ത് പറയണത് എന്നു വെച്ചാൽ നമ്മുടെ ഓൺലൈനിൽ ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോൾ കണ്ടാ നമ്മുടെ ചുമ്മാ ലൈസൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈസൻസ് അവർ തരുന്നതാണ് അവർ പറയണത്. പക്ഷെ അതൊന്നും ഇത്ര ഓതന്റിക് അല്ല, അക്കാര്യം ഉറപ്പാണ്. പിന്നെ ഇത്രയും രാജ്യത്ത് എനിക്ക് വണ്ടി ഓടിക്കാം. അതായത് ഇത്രയും രാജ്യത്ത് വണ്ടി ഓടിക്കാം. 150 രാജ്യത്ത് എനിക്ക് വണ്ടി ഓടിക്കാനുള്ള പെർമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈസൻസ് ചിലപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ലൈസൻസ് ചോദിക്കാം. അതായത് ഇത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണത്. മനസ്സിലായോ? പെർമിറ്റ്. അപ്പൊ ഇത് പെർമിറ്റ് നമ്മുടെ ലൈസൻസ് കയ്യിലുണ്ടെങ്കിലാണ് പെർമിറ്റ് വാല്യൂ ആവുള്ളൂ. അപ്പൊ കയ്യില് ലൈസൻസ് വേണം. അതിന് കൂടെ ഇതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ ഇത് വർഷാവർഷം റിന്യൂ ചെയ്യണം. അത് ഓരോ തവണയും ഇതേ സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ലക്ഷം കണക്ക് രൂപ വരും. ഇതാകുമ്പോൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപയ്ക്ക് നമുക്ക് സംഭവമല്ല കിട്ടും. അടിപൊളി. നേരത്തെ പറഞ്ഞ അത്രയും വണ്ടികളുടെ ലിസ്റ്റാണ്. അപ്പൊ അർജുൻ ബ്രോ ഇതിനകത്ത് കുറെ എഴുതിയിട്ടുണ്ട്, MCWG, LMV, ഇതൊക്കെ എന്താ സംഗതി? ഇത് ഒന്ന് പറയാമോ? അതായത് MCWG എന്ന് പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, MCWOG എന്ന് പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ, ട്രാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്, അതായത് ട്രാൻസ്പോർട്ട് ലോറി, അതൊക്കെ ഓടിക്കാം. അതിന്റെ കൂടെ നമുക്ക് ബാഡ്ജ് ഉണ്ട്. പിന്നെ ബാഡ്ജിന്റെ നമ്പറാണ് ഇത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഹസാഡസ് എന്ന് പറഞ്ഞൊരു സാധനം. ഹസാഡസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു സ്പെഷ്യൽ ടൈപ്പ് വണ്ടികൾ. അത് 2028 വരെ ഉണ്ട്. പിന്നെ ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിന്, പിന്നെ ഇത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. ഇത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, എക്സ്കവേറ്റർ അതുപോലത്തെ കാര്യങ്ങളിലുള്ള ലൈസൻസ് ആണ് ഈ കാണിച്ചേക്കണേ. പിന്നെ ഇത് ഓരോ ദിവസം എന്തൊക്കെ ദിവസത്താണ് ഇത് എടുത്തതെന്നുള്ളതിന്റെ ഒരു പർട്ടിക്കുലേഴ്സ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈസൻസിന്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ സാധനം. ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡായിരിക്കും. ആ കാർഡിന്റെ പുറകില് 4 എണ്ണേ വരുള്ളൂ. അപ്പൊ 4 എണ്ണം വരുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രെയിലർ വരെ അതിനകത്ത് കാണുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ ഒരാൾ ചോദിച്ചാൽ അറിയണം. അതിനാണ് ഇത് നമ്മൾ എക്സ്ട്രാ നമ്മളൊരു പേയ്മെന്റ് MVD കൊടുത്ത് എക്സ്ട്രാക്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇത് എടുത്തു വെച്ചത്. നമ്മുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാർഡേലാണ് എൻ്റെ ലൈസൻസ് ഒക്കെ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ അർജുൻ ബ്രോന്റെ ലൈസൻസ് ഇത് അത് തീരത്തില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലൈസൻസ് ഇത് ഇത്രയും കൂടെ എഴുതി ചേർക്കാനായിട്ട് വേറൊരു A4 സൈസിലും കൂടെ വേണ്ടി വരും. അങ്ങനെ ഒരു സംഗതിയാണിത്. അപ്പോൾ ഭയങ്കര സംഭവമാണ്. ഇതൊരു ചെറിയൊരു വണ്ടിഭ്രാന്തനല്ല, ഇച്ചിരി കൂടിയ റേറ്റിലുള്ള ഒരു വണ്ടിഭ്രാന്തനാണ്. ഇതിന്റെ ഗുണം എന്നാ വെച്ചാൽ നമ്മൾ ടൂറൊക്കെ പോകാതിരിക്കും. ടൂറൊക്കെ പോവാണെങ്കിൽ ഇപ്പൊ പല സ്ഥലത്തും വണ്ടി വാടകയ്ക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഒരു ട്രിപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ സുഖമാണ്. ഈ ഒരു ഒറ്റ ലൈസൻസ് മതി, ഈ ഒരു പെർമിറ്റ് മതി, നമുക്ക് എവിടെ വേണം വണ്ടി ഓടിക്കാം. ആര് കൈയാണിക്കാലും ഒരു വിഷയമില്ല. ആ പാസ്പോർട്ടും ഈ സാധനം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ. ഒന്നും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയാലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയാലും ബാധകം കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ലൈസൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇന്റർനാഷണൽ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ UK-ലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കാം.
അപ്പോൾ അതിനുവേണ്ടി അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് അറിയാൻ മേലാത്ത ആൾക്കാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ നമ്മുടെ ഒരു വണ്ടിപ്രാന്തനെ തന്നെയാണ്. ആളുടെ പേര് ഞാൻ പറഞ്ഞു, അർജുൻ ബ്രോ എന്നാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഷെയർ ചെയ്ത് തന്നതിന് നന്ദി പറയാണ്. ഇത് ഇത്രയും അറിവിലേക്ക് ഇത്ര ആൾക്കാർക്ക് വേണ്ടി അറിവ് കൊടുത്തതിന് നന്ദി പറയാണ്. താങ്ക് യു. See you in the next video. Bye bye from Krishmacha.